ഹലോ ഗൈസ്. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞങ്ങളന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു, തിരുവല്ലാമലയിൽ പോകാൻ വിചാരിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കർക്കിടക മാസമല്ല, അപ്പോൾ കർക്കിടക മാസം എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോകാമെന്ന്. ശരിക്കും രാവിലത്തെ ഒരു മഴയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇന്ന് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം മഴയൊന്നുമില്ല, തെളിഞ്ഞിരിക്കണം കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോവാം, മാറ്റി വയ്ക്കേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ മഴയൊക്കെ കണ്ടപ്പോൾ നല്ല മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ അത്രയ്ക്കൊന്നും ഞായറാഴ്ച ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, രാവിലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ഞങ്ങൾക്ക് പോണ സമയത്തൊന്നും അത്രയ്ക്കും നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് പെട്രോളൊക്കെ അടിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ നിന്നു കേട്ടോ. എന്താ വെച്ചാൽ റെയിൽവേ ഗേറ്റ് അത് രണ്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ 15 മിനിറ്റോളം ഞങ്ങൾ നിന്നു. പിന്നെ തുറന്ന് ഞങ്ങൾ വേഗം പോയിട്ടോ. ഞങ്ങളൊരു 10 മണിക്കാണ്, 10:10 ആ സമയത്താണ് പോയത്. ഒരു 11:15 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ പറഞ്ഞത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഗംഭീര മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ പോയി ഈ പുഴയൊക്കെ അത്യാവശ്യം കുറച്ചായിട്ട്, പക്ഷെ എന്നാലും നിറയൊന്നുമില്ല, അത്രയ്ക്കും ആയിട്ടില്ല. റിസോർട്ടിലൊക്കെ കൂടെ പോകാൻ വേണ്ടിയിട്ട്, അതും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ അമ്പലത്തിലേക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ലേ, ചെറിയൊരു ക്ലൈമറ്റും അധികം വെയിലും ഇല്ല. അപ്പോൾ ആ സമയത്ത് പോകുമ്പോൾ നല്ലതാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയി. നല്ല മഴയായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ മഴയില്ല. ഞങ്ങൾ കറക്റ്റ് സമയത്ത് പോയപ്പോൾ തന്നെ അത്രയ്ക്കും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ശരിക്കും ക്യാൻസൽ ചെയ്ത് ഞങ്ങൾക്ക് റിഗ്രറ്റ് അടിച്ചതിന് ശേഷം പോകുമായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വണ്ടി ഉള്ളിൽ കയറ്റാൻ വേണ്ടി പറ്റിയില്ല. അവിടുത്തെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾ നടന്ന് വരിക ചെയ്തത് കേട്ടോ. കുറേ കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് തൊഴുതിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് അവിടെ എത്തിയിട്ട് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി. അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ വരാറുണ്ട് കേട്ടോ തിരുവല്ലാമലയ്ക്ക് കർക്കിടക മാസത്ത്. നല്ലൊരു വൈബാണ് ഗൈസ് ആ മഴയത്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷം വരുമ്പോഴൊന്നും ഇത്ര മഴ ഉണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറയുകയും ചെയ്തു എന്താ ഈ സമയത്ത് ഇത്ര വെയിൽ എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് ഈ ഒരു വർഷം നല്ല ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ഞങ്ങൾ തൊഴുതിങ്ങനെ പുറത്ത് വന്ന് നിന്നു. ഈ ഒരു നല്ല വൈബാണ് കേട്ടോ ഗൈസ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ വെയിലായിപ്പോൾ ഇത്ര ഒരു വൈബ് കണ്ടില്ല. ബട്ട് ഇന്നൊരു മഴക്കാറും അതുപോലെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. പാറയിൻ്റെ അവിടെയൊക്കെ അടിപൊളിയല്ലേ, കുറച്ച് കാറ്റും അതുപോലെ തന്നെ മലകളും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് വന്നു കേട്ടോ. പായസത്തിന് അപ്പത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൗണ്ടറിൽ പോയിട്ട് വാങ്ങിച്ച് ഞങ്ങൾ ചെരുപ്പും കുടയും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ പോയിട്ട് റെസീറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് നടന്നു വന്നു കേട്ടോ. വരുന്ന വഴിക്കാണ് മാലയും കമ്മലും പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള കളപ്പാട്ടും ഒക്കെ വാങ്ങിച്ചത്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഇങ്ങനെ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ഫോട്ടോസ് പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ഈ ദൈവങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ അതും 2 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് പൂജാമുറിയിൽ വെക്കാമല്ലോ പറഞ്ഞിട്ട് 2 എണ്ണമൊക്കെ കുറച്ച് സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങൾ കാർ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ ഗൈസ്. അതായിരിക്കും ബൈ.